നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 9, 10 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 9 വെളുപ്പിന് 3:36 AM മുതൽ ജൂൺ 11 രാവിലെ 8:16 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിന് ദയവ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ജൂൺ 8 5:44 PM ശുക്രൻ കർക്കിടകം രാശിയിൽ വ്യാഴവുമായിട്ട് യോഗം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ പലരും പറയും. പക്ഷേ ശുഭഗ്രഹങ്ങളായ ശുക്രനും വ്യാഴവും തീർച്ചയായിട്ടും ദുരിതങ്ങൾ ആർക്കും കൊണ്ടുവരില്ല. ഒരുപാട് പേർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാഴം ഇവിടെ കർക്കിടകത്തിൽ ഉച്ചരാശിയിലെ ഹംസയോഗത്തോടുകൂടി വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ കൂടെ ഇപ്പോൾ ശുക്രനും വന്നിരിക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലങ്ങൾ നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രനും ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചന്ദ്രൻ പ്രതികൂലമായതുകൊണ്ട് പൊതുവെ എല്ലാറ്റിനും ഒരു തടസ്സങ്ങളും ഒരു പൊലിമക്കുറവും പൂർണ്ണത കുറവുമൊക്കെ പൊതുവെ അനുഭവങ്ങൾക്കുണ്ടാവും. എങ്കിലും പൊതുവെ മേടം രാശിക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ധനവരമൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. എങ്കിലും അതിനും ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവെ മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് അഥവാ സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത. ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ചന്ദ്രനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ട്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ സാങ്കേതിക മികവുകൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പിന്നെ ഭൗതിക സുഖങ്ങൾ ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം നേടിയെടുക്കാവുന്നതാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയുന്നു. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും സൂര്യനും പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ യന്ത്ര തകരാറുകൾ പ്രതീക്ഷിക്കാം. ഞായറാഴ്ച ഇവർ ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. എങ്കിലും സൂര്യൻ
ഇപ്പോൾ ഇടവത്തിൽ പ്രതികൂലമാണ് 12ാം ഭാവത്തിൽ. അത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് മിഥുനമാസമാകുമ്പോൾ സൂര്യൻ ലഗ്നത്തിൽ മിഥുനം രാശിയിൽ വരും, ജന്മത്തിൽ വരും. അപ്പോൾ അല്ല ഇപ്പോഴും അല്പം ശാരീരിക അസ്വസ്ഥതകളൊക്കെ തോന്നാം. ഇടവം മിഥുനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ട് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. കൂടാതെ ഇപ്പോൾ 11ാം ഭാവത്തിലാണ്, ലാഭസ്ഥാനത്താണ് ചൊവ്വ എങ്കിലും നമുക്ക് ഇടവം മിഥുനം രാശികളിൽ ചൊവ്വ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സൂര്യനുമൊക്കെ പ്രതികൂലമായിട്ട് വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചൊവ്വയും സൂര്യനും ജന്മത്തിൽ നിന്ന് മാറി കർക്കിടകത്തിൽ വരുമ്പോൾ ഈ രണ്ട് പ്രതികൂലാവസ്ഥ മാറി ഗുണദോഷ സമ്മിശ്രമാവും. പക്ഷേ ചിങ്ങം രാശിയിൽ ചൊവ്വയും സൂര്യനൊക്കെ വരുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഗുരുശുക്രയോഗം ഇവരുടെ 2ാം ഭാവത്തിൽ ധനഭാവത്തിൽ വരുന്നു. അപ്പോൾ അമിതമായ അപ്രതീക്ഷിതമായ വിസ്മയകരമായ ധനവരവ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വീട്, വാഹനം തുടങ്ങിയ നേട്ടങ്ങൾ ഉണ്ടാവും. ചൊവ്വ, ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ വാഹനം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ മൊബൈൽ, കമ്പ്യൂട്ടർ ഇതെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇത് 9, 10 തീയതികളിൽ മാത്രമല്ല, നമുക്ക് 11, 12 തീയതികളിലും ഈ മെച്ചപ്പെട്ട ദിവസങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, ആഹാര സൗഖ്യം, അതുപോലെ തന്നെ ആഭരണം, വസ്ത്രം ഇവയൊക്കെ കിട്ടാനുള്ള സാധ്യത, പുതിയത് കിട്ടാനുള്ള സാധ്യത. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അത് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർതം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൽ നിന്ന് നേട്ടമുണ്ടാവും. പിതാവിന് ഐശ്വര്യം ഉണ്ടാവും. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇടവമാസം മുഴുവൻ. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ഞങ്ങൾ പറയുന്നത്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അറിയാമല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ചിങ്ങം രാശിക്ക് പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. കാരണം സർപ്പം, ശിഖി, ശനി, വ്യാഴം തുടങ്ങിയ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അതിനോടൊപ്പം ഇവിടെ ചന്ദ്രനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദോഷാധിക്യം നമ്മൾ പറയുന്നു. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുണ്ട്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ്. വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനവരവൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവർക്ക് ഈ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട്
ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഉല്ലാസയാത്രകൾക്കും അതുപോലെ തന്നെ മറ്റ് തീർത്ഥയാത്രകൾക്കും ഇവർക്ക് അവസരമൊരുങ്ങും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരു ശുക്രയോഗം വരുന്നു. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ എല്ലാവരും പറയുമെങ്കിലും ശുഭഗ്രഹങ്ങളായ ശുക്രനും വ്യാഴവും നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല ദിവസങ്ങളാണ് 9, 10 ദിവസങ്ങൾ. ഒക്കെ കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. വ്യാഴം അതുപോലെ തന്നെ ശുക്രനും ഇവരുടെ കർമ്മഭാവത്തിൽ വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പല രീതിയിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം. പ്രതികൂലമെന്ന് നമുക്ക് പറയാനൊക്കില്ല വ്യാഴം ശുക്രനും. പക്ഷേ നേട്ടങ്ങൾ കുറയും. 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനേക്കാൾ അത്രത്തോളം ഇവർക്ക് വ്യാഴം കൊണ്ട് ഇപ്പോൾ പ്രയോജനമില്ല. പക്ഷേ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. കാരണം ശനി ഇപ്പോഴും അനുകൂലമാണ്. ഏകദേശം 1 വർഷം കൂടി അത് തുടരും. ഏകദേശം കൃത്യമായിട്ട് ഓർമ്മ പറയുന്നത് ശരിയാണെങ്കിൽ 2028 ഫെബ്രുവരി 22 മറ്റോ ആണ് ശനി മാറുന്നത്. അത്രയും കാലം ശനി ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം പ്രതികൂലമാണെന്ന് പറയാൻ ഒക്കില്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ടുവരുന്ന ഒരു രാശിയിലാണ്, ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൂടാതെ കർക്കിടക രാശിയിൽ ഉച്ച രാശിയിൽ ഹംസയോഗത്തോടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും വ്യാഴം ചെയ്യില്ല. മാത്രമല്ല ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴവും ശുക്രനും ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ഗുരു ശുക്രയോഗം വരുന്നു. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഉല്ലാസയാത്രകൾക്കും ആത്മീയ യാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. വാഹനലാഭം, ഗൃഹലാഭം, ആഹാരസൗഖ്യം, ആഭരണങ്ങൾ പുതിയതായിട്ട് കിട്ടും. വസ്ത്രങ്ങൾ പുതിയതായിട്ട് കിട്ടും. ഒക്കെ പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാൽ വിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവുമെങ്കിലും അതൊക്കെ മറികടക്കാൻ പറ്റും. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ശനി ഇവർക്ക് 5ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോശമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് വൃശ്ചികം രാശി പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗുണാധിക്യം ഞങ്ങൾ പറയുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച
വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അതെ, തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. സൂര്യൻ അനുകൂലമാണ്. പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഗുണാധിക്യം നേടിയെടുക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രം ഞങ്ങൾ പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ എങ്കിലും ഇവിടെ നമുക്ക് ചൊവ്വ പ്രതികൂലമാണ്. അതേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. സൂര്യനുമൊക്കെ അനുകൂലമായിട്ട് വരും. മകരം രാശിക്ക് നല്ല കാലങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം തുടങ്ങിക്കാണും നിങ്ങൾക്കൊക്കെ. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ വ്യാഴം. അപ്പോൾ ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ പ്രണയ സാഫല്യം, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ശനി, വ്യാഴം, സർപ്പം, ശിഖി തുടങ്ങിയ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ 4 പ്രതികൂലമാണ്. അപ്പോൾ അത്ര നല്ല കാലഘട്ടമല്ല കുംഭൻ രാശിക്ക്. ഓക്കെ, എങ്കിലും ഇവിടെ ചൊവ്വ അനുകൂലമായതുകൊണ്ട് അത്യാവശ്യം ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടമുണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം ഒക്കെ ആണ്. കുംഭൻ രാശിയെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദയവേത് അതും കാണാൻ ശ്രമിക്കുക. കുംഭൻ രാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ അത്ര നല്ല ദിവസങ്ങളല്ല എന്ന് തന്നെ പറയുന്നു. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി ജന്മശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതാവിന് ഐശ്വര്യം, സന്താന നേട്ടം. അതുപോലെ തന്നെ ഇവർക്ക് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങും. പുതിയ സുഹൃത്തുക്കൾ കിട്ടും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ മീനരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇതൊക്കെ ഈ ഗുണഫലങ്ങൾ കിട്ടാൻ, ജീവിതത്തിൽ പകർന്നു കിട്ടാൻ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഭാഗ്യ നിറം നോക്കാം. ചൊവ്വാഴ്ച 9-ാം തീയതി ചുവപ്പ്, 10-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇളം നിറങ്ങൾ, ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 9-10 തീയതികളിൽ രാവിലെ 4:31 AM മുതൽ 5:19 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 9-10 തീയതികളിൽ. 10-ാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല. 9-ാം തീയതി രാവിലെ 11:56 AM മുതൽ ഉച്ചയ്ക്ക് 12:46 PM വരെയാണ് 9-ാം തീയതി അഭിജിത് മുഹൂർത്തം. അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. കൃത്യനിഷ്ഠ പാലിക്കുക. ഓക്കെ, ഇനി രാഹുകാലം നോക്കാം. 9-ാം തീയതി വൈകിട്ട് 3:28 PM മുതൽ വൈകിട്ട് 5:02 PM വരെയാണ് രാഹുകാലം 9-ാം തീയതി. ചൊവ്വാഴ്ച. ഓക്കെ, ഇനി ബുധനാഴ്ച 10-ാം തീയതി ഉച്ചയ്ക്ക് 12:21 PM മുതൽ 1:55 PM വരെയാണ് 10-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി
ഭാഗ്യ നമ്പറുകൾ നോക്കാം. 9-6-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 10-6-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 1, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.